ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായില്ലേ? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ കൊച്ചിയിൽ നിന്നൊരു പുത്തൻ യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നുള്ളതല്ലേ? ഡൽഹിയിലേക്കാണ്. ഇതാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 എൻട്രൻസ്. ഇതാണ് ഡിപ്പാർച്ചർ ഗേറ്റാണിത്. അറൈവൽസ് അപ്പുറത്താണ്. അപ്പുറത്തെ തിരക്ക് കാണുന്നതിൻ്റെ അവിടെയാണ് അറൈവൽസ്. നമ്മൾ ഡിപ്പാർച്ചർ ഗേറ്റിനടുത്ത് നിൽക്കുന്നത്. ഇവിടുന്ന് ഉള്ളിലേക്കാണ് ഡിപ്പാർച്ചേഴ്സ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയാലാണ് ഡിപ്പാർച്ചേഴ്സ്. ഗേറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം ക്യൂ ഉണ്ട്. കണ്ടോ, ഗേറ്റിൽ അത്യാവശ്യം ക്യൂ ഉണ്ട്. നമുക്കെന്തായാലും ഞാൻ ഡിജിയാത്രയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിജിയാത്ര വഴി എൻട്രി ചെയ്യും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡിജിയാത്ര യൂസേഴ്സിന് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടെന്നും യുവർ ഫേസ് ഇസ് യുവർ ബോർഡിംഗ് പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് റെഗുലർ എൻട്രൻസസ്. റെഗുലർ എൻട്രൻസിൽ കയറുന്നതിന് നമുക്ക് ID കാർഡും ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ കോപ്പിയും ഒക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഡിജിയാത്ര വഴി കയറിപ്പോവാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ ഈ 1A എന്ന് പറയുന്നതാണ് ഡിജിയാത്ര ഗേറ്റ്. ഈ കാണുന്നതാണ് ഡിജിയാത്ര ഗേറ്റ്. നമുക്കിതൊരു ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. അപ്പോൾ കൊച്ചി എയർപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അകത്ത് കയറി. വളരെ ഈസിയാണ്. ജസ്റ്റ് സ്കാൻ ചെയ്തു, എൻ്റെ മുഖം കണ്ടുകൊണ്ട് വെൽക്കം പറഞ്ഞു, ഗേറ്റ് തുറന്നു. അത്രേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. ID കാർഡ് വേണ്ട, ടിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഈ കാണുന്നതാണ് എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്താലും നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ബാഗ് ചെക്ക് ഇൻ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. അപ്പോൾ ഈ കാണുന്നതാണ് സംഭവം. ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ വെയിറ്റിംഗ് ഏരിയ. അപ്പം അങ്ങനെ പുതിയ എയർ ഇന്ത്യ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളങ്ങനെ സെക്യൂരിറ്റിയിലേക്ക് പോവാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വലിയ ബാഗ് ഞാൻ ചെക്ക് ഇൻ ചെയ്തു. അത് ചുമന്നോടക്കാൻ വയ്യാന്ന് വെച്ചിട്ടുണ്ട്. ആ കൂടി ക്യാമറ ഉണ്ട്. അതിൻ്റെ ചെറിയ ബാഗ് മാത്രം കയ്യിലെടുത്തിട്ട് ബാക്കി ചെക്ക് ഇൻ ചെയ്ത് ഞാനങ്ങ് പോവാണ്. ബാക്കിയുള്ള എയർലൈനുകളുടെയൊക്കെയാണ്. ഇത് ഇൻഡിഗോ ആണ്. ഇപ്പോൾ ഈ സമയത്ത് ഇൻഡിഗോ എയർ ഇന്ത്യ മാത്രമേ കണ്ടുള്ളൂ. വേറെ എല്ലാ കൗണ്ടേഴ്സും അടഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ ആകാശയുടെ കൗണ്ടറാണ്, ഇതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് സെക്യൂരിറ്റി ചെക്ക്. സെക്യൂരിറ്റി ചെക്ക് മുകളിലേക്കാണ്. ഇതിന് തൊട്ടപ്പുറത്തുള്ളത് അറൈവൽസാണ്. അറൈവൽസിൽ നിന്ന് ഇങ്ങോട്ട് അവരൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, ഡോർ വെച്ചിട്ടുണ്ട്. ഡോർ വഴി നമുക്ക് വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് കടക്കാം. അവിടെ ഒരു ഓഫീസറുണ്ട്. അവിടെ ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ കണക്റ്റിംഗ് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇപ്പുറത്തോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ഡിപ്പാർച്ചേഴ്സിലേക്ക്. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്ക്. ഇതിന് ഡിജിയാത്രയ്ക്ക് സെപ്പറേറ്റ് നമുക്ക് അതിൽ കയറിപ്പോൾ. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഹോൾഡിലേക്ക് വന്നു. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിന് ഡീറ്റെയിൽസ് ഉണ്ട്. AI 8322 ഡൽഹി. ഗേറ്റ് നമ്പർ 5 ആണ്. 3:15 പുറപ്പെടും. അപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. ഇനി 2.25 മണിക്കൂറുണ്ട്. നമ്മൾ ഇൻകമിങ് എയർപോർട്ട് പകുതി വഴി പോലും ആയിട്ടില്ല. ഇതൊക്കെയാണ് എയർപോർട്ടിനകത്തുള്ള ഷോപ്പിംഗ് ഓപ്ഷൻസ്. നിറച്ച് കടന്നുണ്ട്. ലാസ്റ്റ് ടൈം കൊച്ചി എയർപോർട്ടിൽ ഡിപ്പാർച്ചർ കോവിഡ് സമയത്തായിരുന്നു. ജസ്റ്റ് കോവിഡ് കഴിഞ്ഞപ്പോഴായിരുന്നു, 2021 അന്ന് കാര്യമായിട്ട് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിറച്ച് കടകളുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമുക്കെന്നാൽ പതുക്കെ ലൗഞ്ചിലേക്ക് പോകാം. ലഞ്ച് കഴിക്കണം. നമുക്ക് ലൗഞ്ചിൽ പോയിട്ട് നോക്കാം. എൻ്റെ കാർഡ് ലൗഞ്ച് ആക്സസ് ഉണ്ട്. പക്ഷേ ലൗഞ്ചിലെ തിരക്ക് എങ്ങനെയുണ്ടെന്നതനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. ഇവിടെയാണ് നമ്മുടെ ഗേറ്റ് നമ്പർ 5. ഗേറ്റ് 5 നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. പിന്നെ 2.25 മണിക്കൂർ കൂടി ഉണ്ട്. നമുക്കപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്ന് ലൗഞ്ചിൽ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ലൗഞ്ചിലേക്ക് പോകാനുള്ള വഴി ഇവിടെയാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് അറ്റം വരെ നടക്കണം. അപ്പോൾ എക്സിക്യൂട്ടീവ് ലൗഞ്ച് എന്നും ഫുഡ് കോർട്ട്സ് എന്നും ബോർഡ് കാണാം. ഗേറ്റ് നമ്പർ 6 കഴിഞ്ഞ ഉടനെ. അത് കഴിഞ്ഞാണ് ഗേറ്റ് നമ്പർ 7. പിന്നെ 8 to 11 താഴെയാണ്. ഇതൊക്കെയാണ് ബാക്കിയുള്ള ഗേറ്റുകൾ. ഗേറ്റ് നമ്പർ 8 to 11 താഴെയാണ്. അത് ബസ് ബോർഡിംഗ് ഗേറ്റ്സ് ആണ്. അപ്പോൾ 1 to 7 മാത്രമാണ് എയറോ ബ്രിഡ്ജ് അഥവാ ജെറ്റ് വേ ഗേറ്റ്സ്. നമ്മൾ മുകളിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് KFC ആണ്. മുകളിലെത്തുന്ന നേരെ എത്തുമ്പോൾ KFC കാണും. പിന്നെ ഇപ്പോഴത്തെ സൈഡിലൂടെ കോവൈ ഭവൻ, കറി ട്രീ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ലൗഞ്ച് കാണാം. എർത്ത് ലൗഞ്ചാണ് കൊച്ചിയിലുള്ള ലൗഞ്ച്. അപ്പോൾ ഞാൻ ലൗഞ്ചിനകത്തേക്ക് എത്തി. ലൗഞ്ചിന് നല്ല വ്യൂ ആണ്. പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് റൺവേ മൊത്തം കാണാം. നമ്മുടെ എയർക്രാഫ്റ്റിന് ഇൻകമിങ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ്. ലൗഞ്ചിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്ത് റൺവേയിലോട്ട് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് റൺവേ, ആക്റ്റീവ് റൺവേ. ഒരു എയർ ഏഷ്യ എക്സ്പ്രസ് ടേക്ക് ഓഫിന് പോകുന്നുണ്ട്. ഒരു എയർ ഏഷ്യ ഇന്ത്യ, പഴയ എയർ ഏഷ്യ ഇന്ത്യ, ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് AX കണക്റ്റാണ് ഇപ്പോൾ പോകുന്നത്. ഒരു എയർ ഇന്ത്യയുടെ ബോയിങ് 787-800 വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ഡൽഹിയിലേക്ക് തന്നെ ഉണ്ട്.
മീൻവെൽ നമ്മുടെ നേരെ മുന്നത്തെ ഗേറ്റിലൊരു ഇൻഡിഗോ ഒന്ന് ഡോക്കായി VTIFS. അപ്പോൾ എന്തായാലും നമ്മുടെ എയർക്രാഫ്റ്റ് ഇവിടെ വരില്ല നോക്കുക. കാര്യം നമ്മുടെ എയർക്രാഫ്റ്റ് എത്താൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും ഇപ്പം പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരുമായിരിക്കും. ഇൻഡിഗോ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുള്ളൂ. നമ്മുടെ എയർക്രാഫ്റ്റ് ഇവിടെ നിന്ന് വരാൻ പോകും. അവിടെ എയറോ ബ്രിഡ്ജ് നമ്പർ 4. കാര്യം അവിടെ എയർ ഇന്ത്യയുടെ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. എയർ ഇന്ത്യയുടെ ലഗേജിൻ്റെ സാധനങ്ങളും ട്രാക്ടറും പിന്നെ അതിനപ്പുറത്ത് എയർ ഇന്ത്യയുടെ ബസ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോബബ്ലി അവിടെയാണ് വരാൻ പോകുന്നത്. ലൗഞ്ചിൽ ഇപ്പോൾ ക്രൗഡ് ആവുന്നുള്ളൂ. ഇപ്പോൾ സമയം 2:30 ആവുന്നു. ഇപ്പോൾ നല്ല ക്രൗഡായി. ഫുഡിനോടൊക്കെ നല്ല ക്രൗഡ്. അതുകൊണ്ട് ഫുഡ് ഞാൻ കാണിക്കുന്നത്. ഫുഡിനോട് നല്ല ക്രൗഡുണ്ട്. വലിയ ഓപ്ഷൻസ് ഇല്ല. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ഫുഡ്. ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ എയർക്രാഫ്റ്റ് ജസ്റ്റ് ലാൻഡായി. റാപ്പിഡ് എക്സിറ്റ് ടാക്സി വഴി പുറത്തോട്ട് ഇറങ്ങുന്നു. RET വഴി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നത് കാണാം. സ്പോയിലേഴ്സ് ഇപ്പോഴും ഡിപ്ലോയിഡാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്. കാര്യം ഇവിടെ മാർഷലിങ്ങിനുള്ള സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണെന്ന് തോന്നുന്നു വരാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയൊരു ടൈം ലാപ്സായിട്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് ഗേറ്റിലെത്തി. ഇനിയിപ്പോൾ അത് ഡോക്ക് ചെയ്യുന്ന പരിപാടി ബാക്കിയുണ്ട്. എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് യാത്രക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലീനിങ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറാം. 3:15 നമ്മുടെ ഡിപ്പാർച്ചർ. ഇപ്പോൾ സമയം 2:40 ആവുന്നു. നമുക്കൊന്ന് ഗേറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ എർത്ത് ലൗഞ്ചിൽ വന്നിട്ട് ഇറങ്ങി പുറത്തോട്ട് പോകാം. ഇതൊരു ഫുഡ് കോർട്ടാണ്. ഈ ഫുഡ് കോർട്ടിൽ കുറേ ഓപ്ഷൻസ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നമുക്കിനി താഴെ നമ്മുടെ ഗേറ്റിലോട്ട് പോകാം. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കുണ്ട്. അകത്ത് ലൗഞ്ചിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ഗേറ്റിലേക്ക് പോകാം. ഗേറ്റ് 5 ആയിരുന്നു. കൊച്ചി എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചി എയർപോർട്ടിൽ ഇത്ര കംഫർട്ടബിളായിട്ടുള്ള വെയിറ്റിംഗ് സീറ്റ്സ് വേറെ ഒരു എയർപോർട്ടിലും കാണാൻ പറ്റില്ല. നല്ല പ്രോപ്പർ വുഡൻ സോഫാസാണ്. അതും തേക്കിൻ്റെയാണ്, ഫിറ്റാണ്. അതായത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂറാണ് ഇത് സപ്ലൈ ചെയ്തത്. അപ്പോൾ ഹൈ ക്വാളിറ്റി വുഡൻ പ്രൊഡക്റ്റാണിത് മൊത്തം. കണ്ടോ, ഇത്ര അടിപൊളി ചെയർ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗേറ്റ്. ബോർഡിംഗ് എന്തായാലും സ്റ്റാർട്ടായിട്ടില്ല. അവിടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബോർഡിംഗ് സ്റ്റാർട്ടാണ്, നമുക്ക് കയറാം. മിക്കവാറും നമ്മൾ ലാസ്റ്റ് ആയിരിക്കും വിളിക്കുന്നത്. നോക്കാം. ഇതാണ് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ്. തിരക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്കും പതുക്കെ ക്യൂവിലേക്ക് ജോയിൻ ചെയ്യാം. എയറോ ബ്രിഡ്ജിലോട്ട് കയറി നമുക്ക് അങ്ങോട്ട് പോകാം. അവരിവിടെ വെച്ചാണ് ഇപ്പോൾ ടാലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സീക്വൻസ് നമ്പർ നോക്കി എഴുതിയെടുത്തു. അവിടെ കിടക്കുന്ന നമുക്ക് പോകാനുള്ള എയർക്രാഫ്റ്റ് VTRTC ആണ് നമ്മുടെ എയർക്രാഫ്റ്റ്. ഒന്ന് ഫോട്ടോ എടുക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ നിന്നതിന് മുന്നോട്ട് നീങ്ങുന്നില്ല. നമ്മൾ ടോബാറൊക്കെ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഓൺ ടൈം ഡിപ്പാർച്ചർ ആയിരിക്കും തോന്നുന്നു. അറിയില്ല, ഓൺ ടൈം ആയിരിക്കും തോന്നുന്നു. കാര്യം ഇപ്പോൾ തന്നെ സമയം 3:02. അപ്പോൾ ഫൈനലി നമ്മൾ എയർക്രാഫ്റ്റിലോട്ട് കയറുകയായി. അകത്തേക്ക് ആൾക്കാർ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഉള്ളിലോട്ട് കയറി 13 ഇതാണ് നമ്മുടെ സീറ്റ്. വിൻഡോസ് ഭയങ്കര വൃത്തികേടാണ്. ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ്. വ്ളോഗിങ് ചെയ്യുന്നതിന് കഷ്ടപ്പാടുകളാണ്. നമ്മൾ ജനലൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണം. എയറിൻ്റെ ടാറ്റ മേടിച്ചു കൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ വൃത്തികേട്. ഈ ആൾക്കാർ എണ്ണ തേക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് വരെ. ബോർഡിങ് കംപ്ലീറ്റ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ് വരെ കുറച്ച് നേരം. പക്ഷേ ഇതുവരെ ഡോറ് ക്ലോസ് ആയിട്ടില്ല. ഡോർസ് ഓപ്പണാണ്. എന്നാൽ ഇവിടെ നമ്മുടെ കാറ്ററിംഗ് ട്രക്കുണ്ട്. കാറ്ററിംഗ് ട്രക്ക് അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ആ മഞ്ഞ സാധനമാണ് കാറ്ററിംഗ് ട്രക്ക്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്.
First of all, sincere apologies for this delay. We just come up with a technical snag which our engineering team are attending to. And we shall be ready hopefully in the next 5 minutes. എന്തോ എഞ്ചിനീയറിംഗ് പ്രശ്നമാണ്, ടെക്നിക്കൽ സ്നാഗുള്ളതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി താഴെ Our flight time to destination will be 2 hours and 45 minutes, and we shall make all our best efforts to cover up some time. We intend to cruise at an altitude of 37,000 feet, and get back to you once again in flight. Please sit back and enjoy the Air India in-flight hospitality. Thank you. അപ്പോൾ ബേസിക്കലി മെയ്ദിയും ചെറിയ സ്പാനർ എടുക്കാൻ പോയിട്ടുണ്ട്. സ്പാനർ എടുത്ത് വന്ന അവിടെ നന്നായിട്ട് നമ്മളെ വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സീറ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റിക്കാരോ മാനുഫാക്ചർ സീറ്റുകളാണ്. റിക്കാരോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റിക്കാരോ സീറ്റ്സാണ്. സീറ്റ് പോക്കറ്റിൽ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡും അവരുടെ ഒരു ബുക്കുമാണുള്ളത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സീറ്റിൽ നല്ലോണം കട്ടി കുറവാണ്. ഇത്രയേ ഉള്ളൂ സീറ്റിന് കട്ടി. മൊത്തത്തിൽ നല്ലൊരു ഡിസൈനാണ്. ഒരു ട്രേ ടേബിളുണ്ട്. ഇതാണ് ട്രേ ടേബിളിനകത്ത് ഇത് കാണാം. ലെഗ് സ്പേസ് കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസാണ്. ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി പുറപ്പെട്ടു. സമയം 3:43. Ready from other aircraft, you are requested to pay attention to the crew safety demonstration. ये आपकी सीट बेल्ट है. सीट बेल्ट बांधने के लिए मेटल टिप को बकल में डालें और स्ट्रैप को खींचकर कस लें. सीट बेल्ट खोलने के लिए फ्लैप उठाएं और सिरों को अलग करें. So we're good to go. C6 വഴി നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകും. റൺവേ 27 നിന്നാണ് ടേക്ക് ഓഫ്. ഒരു ഇൻഡിഗോ ലാൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. നമ്മളത് നേരെ ആക്റ്റീവ് റൺവേയിലേക്ക് കയറി. റൺവേ 27 നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. 27 നിന്ന് ടേക്ക് ഓഫ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കിഴക്കോട്ടാണ് പടിഞ്ഞാട്ടോട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുക. അതായത് വെസ്റ്റിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ പതുക്കെ നോർത്തിലേക്ക് ഡയറക്ഷൻ സെറ്റ് ചെയ്യും.
ട്രേ ടേബിൾ ഇങ്ങനെയാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല തടിയുള്ളതുകൊണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ സേഫ്റ്റി മാനുവലാണ്, സേഫ്റ്റി കാർഡ്. ഇപ്പോൾ എങ്ങനെയാണ് പല കാര്യങ്ങളും ബ്രേസ് ഡൗൺ പൊസിഷൻ ഇതുപോലെ എങ്ങനെയാണുള്ളത്, പിന്നെ എമർജൻസി സിറ്റുവേഷൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഇൻഫ്ലൈറ്റ് മാഗസീനാണ്. അതാരോ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ, ആരോ കീറി വെച്ചിട്ടുണ്ടത് ആണ് ഇൻഫ്ലൈറ്റ് മാഗസീൻ. ഞാൻ ഇൻഫ്ലൈറ്റ് മാഗസീനുകളുടെ വലിയൊരു ഫാനല്ല. എനിക്ക് ഉള്ളതിനെ വെച്ച് പിന്നെ ഇഷ്ടമുള്ളത് ഇൻഡിഗോയുടെയാണ്. ഇൻഡിഗോയുടെ വലിയ കുഴപ്പമില്ല. ഇതാണ് ട്രേ ടേബിളിനകത്തുള്ളത്. നമ്മൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സീറ്റ് ബെൽറ്റ് അതിനൊക്കെ ഓഫായി. സീറ്റ് ബെൽറ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ ഫുഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് സർവീസിന് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്പീഡ്. ജസ്റ്റ് ഫുഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ആദ്യം താമസിച്ചത് നമ്മുടെ ഫുഡ് വരുമായിരിക്കും. അപ്പോൾ നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എന്നൊന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി ഭക്ഷണമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു സ്നാക്സാണ് വരുന്നത്. ഇത് വെജിറ്റേറിയൻ കാട്ടിയ റോളാണെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് അവർ ഒരു ബോട്ടിൽ വെള്ളം, ഞാൻ നേരത്തെ വെള്ളം മേടിച്ചായിരുന്നു, ഒരു ബോട്ടിൽ കൂടെ വെള്ളമുണ്ട്. ഇതൊരു കുക്കി ഉണ്ട്, ഡ്യൂക്സ് ബട്ടർ പീസ്. ഇത് ചായക്കുള്ള ക്രീമറാണ്. പിന്നെ ഒരു ഹാഫ് സാൻഡ്വിച്ചും ഒരു ഫ്രൂട്ട് ജ്യൂസും. ഇതൊക്കെയാണ് ഈ ഫ്ലൈറ്റിലുള്ള സ്നാക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാട്ടി റോൾ എങ്ങനെയുണ്ടെന്നുള്ള നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനുള്ളിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി തുറന്നുള്ളത് ഒരു കാട്ടി റോളാണ്. പനീർ ഫില്ലിംഗ് ആണെന്നാണ് പറഞ്ഞത് അവർ. എന്തായാലും ഞാൻ ഫില്ലിങ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഉൾവശം. സവോളയും പിന്നെ അതിൽ പനീറും കൂടെ ഉള്ളൊരു ഫില്ലിങ്ങാണ്. സവോളയും ക്യാരറ്റും പനീറും കൂടെ ഉള്ളൊരു ഫില്ലിങ്ങാണ്. എന്നാൽ പിന്നെ ഒരു കാപ്പി കുടിച്ചാലോ? കട്ടൻ കാപ്പി തന്നിട്ടുണ്ട്. കൂടെ അമ്പൂരിൻ്റെ പാലുണ്ട്, എയർ ഇന്ത്യയുടെ പഞ്ചസാരയുണ്ട്, ഇളക്കാനുള്ള വടിയുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കാപ്പി റെഡി. ഒരു കാപ്പി ഉണ്ടായി കുടിക്കാം. ആ വൈകുന്നേരത്തെ സൺലൈറ്റിൻ്റെ വിഷ്വൽസ് ഉണ്ടോ? അടിയിൽ കൂടെ വെയിലടിക്കുന്നത്. Schedule. Air Seva is available at airseva.gov.in. Thank you. സീറ്റ് ബെൽറ്റ്സിന് വേണ്ടി ഓണായി. കുറച്ച് നേരത്തെ അവർ പറഞ്ഞുള്ളൂ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. അത് പറഞ്ഞ് തീർന്ന് സീറ്റ് ബെൽറ്റ് സൈൻ ഓണായി. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്ന് പ്രിപ്പയർ ദ ക്യാബിൻ ഫോർ ലാൻഡിങ്ങിൽ ഓർഡർ വന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങായി. कृपया ध्यान दीजिए, अब हम लैंडिंग की तैयारी कर रहे हैं. कृपया अपने सीट पर लौट जाए और अपना ऊपर बने सामान कक्ष में या सामने वाले सीट के नीचे रख दें. अपनी सीट सीधी रखें, सीट बेल्ट बांध लें, ट्रे टेबल बंद कर दें और विंडो शेड्स खुले रखिए. धन्यवाद. ഓൾ ക്രൂ ടു ലാൻഡിംഗ് സ്റ്റേഷൻസ് അനൗൺസ്മെൻറ്റ് വന്നു. നമ്മളിപ്പോൾ ഉടനെ ഇറങ്ങും.
നമ്മൾ എയർപോർട്ടിൻ്റെ പെരിമീറ്റർ വാളിനകത്തോട്ട് കയറി. കാണുന്ന ടെർമിനൽ 1 ആണോ അത്? ഇൻഡിഗോ എയർക്രാഫ്റ്റ്സ് കൂടുതലും കാണുന്നത്. അങ്ങനെ നമ്മളെത്തി. ഫുൾ ബ്രേക്കിംഗ് ആണ്, റിവേഴ്സ് സപ്ലൈ. Dear guests, Air India is pleased to announce a 15 minutes early arrival in Delhi. Welcome to Indira Gandhi International Airport, where the outside temperature is 23 degrees Celsius. Please remain in your designated seats and do not open the overhead bins until the seatbelt sign is switched off. Please take care while opening the overhead bins, as loose items may have moved during the flight. You may now use your mobile phones. Guests connecting on the Air India network and partner airlines are requested to contact the ground staff or transfer desk. Please allow guests seated in front of you to detail yours. Guests with wheelchair bookings are requested to remain seated. You will be assisted once all the other guests have deplaced. Thank you for choosing to fly with us. In India, we never say goodbye, but always see you again, and we hope to do so soon. Namaste. आपने प्लेकार्ड दिया है? ठीक है, अभी लैंड करी तो 10-15 मिनट में बाहर आ रही हूँ. നമ്മൾ ഫൈനലി നമ്മുടെ ഗേറ്റിലെത്താറായെന്ന് തോന്നുന്നു. കുറച്ചധികം ദൂരം ടാക്സി ചെയ്തായിരുന്നു, ഞാൻ ഫുള്ള് ക്യാപ്ചർ ചെയ്തില്ല. അപ്പോൾ ഫൈനലി നമ്മൾ ഡൽഹിയിലെത്തി. എൻജിൻ ഷട്ട് ഡൗൺ ആയി, യാത്ര കഴിഞ്ഞു, ഡോസ് തുറക്ക്. ഇതായിരുന്നു നമ്മൾ വന്ന എയർക്രാഫ്റ്റ്. ജസ്റ്റ് ഇറങ്ങുന്നു. ഇത് എക്കണോമിയും ഈ അപ്പുറത്ത് കാണുന്ന ബിസിനസ് 12 സീറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് 2x2 സീറ്റിംഗ് ആയിരുന്നു.
താങ്ക് യു. സാധാരണ ഇങ്ങനത്തെ എയർപോർട്ടുകൾ വന്നുള്ള ഒരു പ്രത്യേകത കുറേ ദൂരം നടക്കേണ്ടി വരും. കുറച്ച് ദൂരം നടക്കണം. നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തുന്നു. ബാഗേജ്, എക്സിറ്റ്, ട്രാൻസ്ഫർ എല്ലാം എഴുതിയിട്ടുണ്ട്. കുറച്ച് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് മടിയനായ ഞാൻ ട്രാവലേറ്ററിലോട്ട് കയറുകയാണ്. എനിക്ക് ഈ ദൂരം മുഴുവൻ നടക്കാൻ വയ്യ. നമുക്ക് ഇതിന് മുകളിൽ കൊണ്ട് നടക്കാം. അതാകുമ്പോൾ നമ്മൾ പെട്ടെന്നെത്തും. ഡൽഹി എയർപോർട്ടിലെ പ്രശസ്തമായ മുദ്രകൾ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇവിടെ നല്ല പോസ്റ്റ് കിട്ടി. ബാഗ് അവസാനമാണ് വന്നത്. ഇപ്പോൾ സമയം 7:14. ഇപ്പോഴാണ് എൻ്റെ ബാഗ് വന്നത്. കട്ട പോസ്റ്റ് വന്നു. ഈ ബാഗ് ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. വെറുതെ ചെക്ക് ഇൻ ചെയ്താൽ നല്ല പണിയും കിട്ടി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലം ഏതാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ പിക്കപ്പ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ചെല്ലേണ്ടത് എവിടെയാണെന്നുള്ളതോ ഒന്നും എനിക്ക് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും പുറത്തോട്ട് നടക്കാം. ഇത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ എയർപോർട്ടാണ്. അതിൻ്റേതായ ഗ്രാൻഡോർ ഇതിനുണ്ട്. പക്ഷേ വളരെ സിമ്പിളാണ്. പ്രായം കാണിക്കുന്നുണ്ട് എയർപോർട്ട്. പല സ്ഥലങ്ങളിലെ എയർപോർട്ടിൻ്റെ ഒരു പ്രായം നമുക്ക് കാണാനുണ്ട്. അല്ലാണ്ടിത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ എയർപോർട്ടൊന്നും പോലെ ഭംഗി വരുത്തിയിട്ടില്ല. ഞാൻ ഇനിയൊരു വീഡിയോയിൽ മുംബൈ എയർപോർട്ടും ബാംഗ്ലൂർ എയർപോർട്ടും കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ട്രിപ്പുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അവിടെയുള്ള ഗ്രാൻഡോർ ശരിക്കും കാണാം. അവിടെ നല്ല ഗ്രാൻഡാണ്. ഇവിടെ അത്രയൊന്നും ഗ്രാൻഡ്നെസ് ഇല്ല. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി വർത്താനം പറയാം. വേണ്ടോ എക്സിറ്റ്. അവിടെ നമുക്ക് ഒരു ഗ്രാൻഡ്നെസ് ഇല്ല. ഫങ്ഷണലാണ്, വലുതാണ്, പക്ഷെ ഒരു ഗ്രാൻഡ്നെസ് ഇല്ല. ഇത് എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണെന്ന് ഓർക്കണം. GMR ആണ് ഈ എയർപോർട്ട് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ടിറങ്ങാം. അവിടെ ഒരു ബോർഡ് വെച്ച് ആൾ നിൽക്കുന്നുണ്ട്. നമുക്കുള്ളതായിരിക്കും മിക്കവാറും, നമ്മുടെ പിക്കപ്പ് ആയിരിക്കും. അതൊന്ന് നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങി. ഇവിടുന്ന് പിക്കപ്പ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ശകലം സമയം കൂടി ഇന്നോട് ഉടനെ യാത്ര പോകും. അപ്പോൾ ഈ ഫ്ലൈറ്റ് യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ആണ് ഒരു ഫുൾ ലെങ്ത് ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ എഴുതണം. പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. കാര്യം ചില നോൺ ട്രെയിൻ വീഡിയോസും സപ്പോർട്ട് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യരുത്. കൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുക. കാര്യം നമ്മുടെ ചാനൽ ഫ്രഷ് കണ്ടൻറ്റ് കൊണ്ടുവരുന്നത് അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ പ്ലീസ് സപ്പോർട്ടസ്. ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഫ്രഷായിട്ടുള്ള കണ്ടൻറ്റ്, ഇനിയും പുതുമയുള്ള കണ്ടൻറ്റ് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ന്യൂ ഡൽഹി എയർപോർട്ട്, ഫ്രം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. This is Vinay Shankar on Platform 7. Bye-bye.